നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കുമെന്ന് എം വി ജയരാജൻ. 3 മണ്ഡലങ്ങളിലും പാളിച്ചകളുണ്ടായി. ഇനി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. മറ്റ് കാരണങ്ങളും പരിശോധിക്കുമെന്നും ജയരാജൻ. പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യണം. പ്രതിഷേധ ധർണയുമായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ. ധർണ CITU-വിന്റെ നേതൃത്വത്തിൽ. അംശാദായ കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കണമെന്നും ആവശ്യം. റെയിൽവേ പെൻഷനേഴ്സും പ്രതിഷേധം അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി അസോസിയേഷൻ. കണ്ണൂരിൽ M-പാനൽ ആശുപത്രി അനുവദിക്കണമെന്ന് പ്രധാന ആവശ്യം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ വരുന്ന 3 മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M V ജയരാജൻ കണ്ണൂർ DC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളും സീറ്റും പാർട്ടിക്കും മുന്നണിക്കും ലഭിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വേറൊരു രീതിയിലാണ് വോട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പാർട്ടി പരാജയപ്പെടാൻ ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളുണ്ടായി. ഇതേ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാവി പരിപാടികൾ എന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന പരിശോധനയാണ് തളിപ്പറമ്പിലെ ജില്ലാ സമ്മേളനത്തിൽ നടക്കുകയെന്ന് M V ജയരാജൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും 50%-ലേറെ വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളുണ്ടായി എന്നാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭാവി കടമകളിൽ നിർദ്ദേശിക്കപ്പെട്ട പല കാര്യങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഞാൻ നേരത്തെ വിവരിച്ച വിവിധങ്ങളായ പരിപാടികൾ. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുക എന്നത് പ്രധാനമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. അതാണ് പാർട്ടി ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിഷയമാക്കുക. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധമായ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി M V ഗോവിന്ദനും പറഞ്ഞിരുന്നു. ഇതിനെ ഘടകവിരുദ്ധമായാണ് തന്റേതുൾപ്പെടെയുള്ള തോൽവിയിൽ ജയരാജന്റെ സ്വയം വിമർശനം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. CPM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കും. 1 രാവിലെ 9:30 തളിപ്പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് തളിപ്പറമ്പിൽ നിന്നും റെഡ് വോളണ്ടിയർ മാർച്ചും നടക്കും. ഗതാഗത സ്തംഭനം ഒഴിവാക്കാനായി പ്രകടനം ഒഴിവാക്കി പ്രവർത്തകരോട് സമ്മേളന നഗരിയിലെത്താനാണ് അറിയിച്ചിരിക്കുന്നത്. ഉണ്ടപ്പറമ്പിലെ KKN പരിയാരം സ്മാരക ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടറി M V ഗോവിന്ദൻ മാസ്റ്റർ, PK ശ്രീമതി ടീച്ചർ, EP ജയരാജൻ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കുകയാണ്. ജനുവരി 31 വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയായ ഉണ്ടപ്പറമ്പിലെ പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും. 3 ഉച്ചതിരിഞ്ഞ് 2:30 തളിപ്പറമ്പിൽ ചുവപ്പ് വളണ്ടിയർമാരുടെ പരേഡ് ഉണ്ടാവും. ഗതാഗത സ്തംഭനം ഒഴിവാക്കാനായി പ്രകടനം ഒഴിവാക്കി പ്രവർത്തകരോട് സമ്മേളന നഗരിയിലെത്താനാണ് അറിയിച്ചിരിക്കുന്നത്. പൊതുസമ്മേളനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖകൾ എത്തിക്കും. ധീരജ് രക്തസാക്ഷി നഗറിൽ നിന്നും, ജോസ് ദാമോദരൻ നഗറിൽ നിന്നും, പന്നിയൂർ രക്തസാക്ഷി P കൃഷ്ണൻ സ്മാരകത്തിൽ നിന്നുമായി സമ്മേളന നഗരിയിൽ എത്തിക്കും. കരിവള്ളൂർ കാവുമ്പായിയിൽ നിന്നുമുള്ള പതാക ജാഥയും കൊടിമര ജാഥയും ഇതോടൊപ്പം ചേർന്ന് സമ്മേളന നഗരിയിലെത്തിക്കും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
പ്രിയങ്ക ഗാന്ധി MP വയനാട് സന്ദർശനത്തിനായി എത്തി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വിമാനത്താവളത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗം മാനന്തവാടിയിൽ പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധിയുടെ വീട് സന്ദർശിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അന്തരിച്ച DCC ട്രഷറർ NM വിജയന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ കാണാനും എത്തി. കൽപ്പറ്റയിൽ കലക്ട്രേറ്റിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പ്രിയങ്ക പങ്കെടുത്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് തിരികെ ഡൽഹിക്ക് പോകുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പിണറായി പഞ്ചായത്ത് ഓഫീസിൽ കയറി CPM പ്രാദേശിക നേതാക്കൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന മൊബൈൽ ദൃശ്യം പുറത്ത്. പാതയോരങ്ങളിലെ ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിനാണ് പിണറായി പഞ്ചായത്തിലെ ജീവനക്കാരെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, പ്രവർത്തകനായ നിഖിൽ കുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. പണിയെടുക്കുമ്പോ രണ്ട് വട്ടം ആലോചിച്ച് ചെയ്യണം. എന്താ ചെയ്യുന്നത്? അത് ആര് ചെയ്യുമ്പോ ഉദ്യോഗസ്ഥന്മാരെ ആര് ചെയ്യുമ്പോ പലവട്ടം ആലോചിക്കണം എന്താ ചെയ്യുന്നത്. പാതയോരങ്ങളിലെ ബോർഡുകളും പ്രചരണ സാമഗ്രികളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയതിന് മുഖ്യമന്ത്രിയുടെ ജന്മനാടായ പിണറായി പഞ്ചായത്തിലെ ജീവനക്കാരെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. സംഭവത്തിന്റെ മൊബൈൽ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4-ഓടെയാണ് സംഭവം. CPM പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, പ്രവർത്തകരായ നിഖിൽ കുമാർ എന്നിവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും വനിതാ ജീവനക്കാർക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ജീവനക്കാരുടെ കൈയും കാലും കൊത്തുമെന്ന് ലോക്കൽ സെക്രട്ടറി ഭീഷണി മുഴക്കിയതായും പരാതിയിലുണ്ട്. പഞ്ചായത്ത് ഓഫീസിനകത്ത് നിന്ന് ജീവനക്കാരിൽ നിന്ന് ആരോ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും പിണറായി പോലീസിൽ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. വാർത്തയിൽ ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കുമെന്ന് MV ജയരാജൻ. 3 മണ്ഡലങ്ങളിലും പാളിച്ചകളുണ്ടായി. ഇനി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. മറ്റ് കാരണങ്ങളും പരിശോധിക്കുമെന്നും ജയരാജൻ. പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യണം. പ്രതിഷേധ ധർണയുമായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ. ധർണ CITUവിന്റെ നേതൃത്വത്തിൽ. അംശാദായ കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കണമെന്നും ആവശ്യം. റെയിൽവേ പെൻഷനേഴ്സും പ്രതിഷേധം അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി അസോസിയേഷൻ. കണ്ണൂരിൽ M-പാനൽ ആശുപത്രി അനുവദിക്കണമെന്ന് പ്രധാന ആവശ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഒരാൾ കർമ്മത്തിന് പോയി, പാവപ്പെട്ട മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യനോട് അനുഭൂതി കാട്ടേണ്ടുന്ന, ആ ധർമ്മം കൊടുക്കേണ്ടെന്നാണ് വീട്ടുടമസ്ഥൻ ചെയ്തു. എന്താ ചെയ്തത്? ധർമ്മമില്ല എന്ന് പറഞ്ഞു. ധർമ്മത്തിന് പോയ മനുഷ്യൻ തിരിച്ചു. കാശില്ലാഞ്ഞിട്ടായിരിക്കും ധർമ്മം തരാത്തത്. അതുകൊണ്ട് സങ്കടത്തോടുകൂടി ആ ധർമ്മത്തിന് പോയ മനുഷ്യൻ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ
ആ വീട്ടുടമസ്ഥൻ ആ മനുഷ്യനോട് ചെയ്തത് ആ വീട്ടിനകത്ത് വളർത്തുന്ന പട്ടിയെ കഴിച്ചടക്കിക്കൊണ്ട് ആ ധർമ്മത്തിന് പോയ മനുഷ്യനെ പിറകെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തതുപോലെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, പെൻഷൻ അതാത് മാസം തന്നെ കൃത്യമായി വിതരണം ചെയ്യുക, അംശാദായ കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടന്നത്. അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. KP രാജൻ, T പ്രസാദ്, M വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അതിർത്തി രക്ഷാ സേന ഇൻസ്പെക്ടർ MP അനീഷിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. പയ്യന്നൂർ സ്വദേശിയും ബാംഗ്ലൂർ യലഹങ്ക അതിർത്തി രക്ഷാ സേനാ പരിശീലന കേന്ദ്രത്തിലെ ഇൻസ്പെക്ടറുമാണ് MP അനീഷ്. ഇതിനു മുമ്പും നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2005 സബ് ഇൻസ്പെക്ടറായി സർവീസിൽ കയറി ജമ്മു കാശ്മീർ, ത്രിപുര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും 9 വർഷക്കാലം ന്യൂഡൽഹിയിൽ VIP സുരക്ഷയ്ക്കായുള്ള SPG കമാൻഡോ ആയും സേവനം കാഴ്ചവെച്ചു. 2018 പോലീസ് മെഡൽ ഫോർ സ്പെഷ്യൽ ഡ്യൂട്ടി, 2021 ഉത്കൃഷ്ട സേവാ മെഡൽ, നിരവധി തവണ മറ്റു ഗുഡ് സർവീസ് എൻട്രികൾ എന്നിങ്ങനെ വിവിധ ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട്. പയ്യന്നൂർ ചിറ്റാരിക്കോവൽ അംബികാലയത്തിൽ റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനായ N നാരായണന്റെയും മാത്രാടൻ പുതിരക്കാൽ ചന്ദ്രമതിയുടെയും മകനാണ്. ഭാര്യ മയിൽ സ്വദേശിയായ P ഹർഷ. മക്കൾ കേന്ദ്രീയ വിദ്യാലയം വിദ്യാർത്ഥിനികളായ ദിയ, വേദ എന്നിവർ. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ആളുകളെ അതിദരിദ്രരല്ലാത്തവരായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ചെറിയൊരു ശതമാനം ആളുകളാണ് ഇപ്പൊ ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രയാസം എന്നുള്ളത് നമുക്ക് ഭൂമിയും വീടും ഇല്ലാത്ത ആളുകളാണ് ഇനിയുള്ളത്. അപ്പം അവരെ കൂടി നമുക്ക് അവർക്ക് ഭൂമി കൊടുത്ത് വീട് വെക്കാൻ ആവശ്യമായ പദ്ധതി രൂപം കൊടുത്തുകൊണ്ട് അവരെ കൂടി നമുക്ക് അതിദരിദ്രരല്ലാത്തവരായി മാറ്റുന്നതിന് വേണ്ടി കഴിയണം. അപ്പം ഈ പഞ്ചായത്തിന് അത്തരത്തിലാളല്ല പ്രസിഡന്റ്. അപ്പൊ പ്രഖ്യാപിക്കാതെ പഠിച്ചു തന്നെ അല്ലേ? അപ്പൊ നമ്മളെന്താണ് നമ്മുടെ ജില്ലയിൽ ഒരു അവലോകനം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭൂമിയും വീടും ഇല്ലാത്ത എത്ര പഞ്ചായത്തുകളാണെന്ന്. അപ്പം അവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ തദ്ദേശ സ്ഥാപനത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അത്തരത്തിലുള്ള ആരുമില്ല, എല്ലാവർക്കും ഭൂമി എല്ലാം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഏറെ അഭിനന്ദനാർഹമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KM മാത്യു സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T പ്രസന്ന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ TV സീത ടീച്ചർ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രമേശൻ, PM മോഹനൻ മാസ്റ്റർ, K പുരുഷോത്തമൻ, KK ജയരാജൻ, മമ്പ്രത്ത് രാജൻ, MK അബ്ദുൽ ഖാദർ മാസ്റ്റർ, PP രാജൻ, KC ജയപ്രകാശ്, TV സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ ശാസ്ത്ര കൌൺസിൽ മലയാള മനോരമയുടെയും സഹകരണത്തിൽ സംസ്ഥാനതല വാർത്താ വായനാ മത്സരം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജനറൽ എഡ്യൂക്കേഷൻ അക്കാദമി അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. KSA DDA ഫുൾ അഡീഷണൽ ചാർജ് AS ബിജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാമൂഹ്യശാസ്ത്ര കൌൺസിൽ സെക്രട്ടറി ഐസക് ഡാനിയൽ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാ DEO KP നിർമ്മല, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കുമാർ, മലയാള മനോരമ സീനിയർ സബ് എഡിറ്റർ ജോൺ സാബു T ജോൺ, സംസ്ഥാന സാമൂഹ്യശാസ്ത്ര കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ബാബു ചേരൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചീഫ് പ്ലാനിംഗ് ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ദീപ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. മലയാളി തിലകത്തിൽ പത്മ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് മരണാനന്തരം പത്മവിഭൂഷൺ ബഹുമതി. കേരളത്തിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന് പത്മഭൂഷൺ. കശ്മീരിൽ മരണമടഞ്ഞ ഗ്രഫ് ജവാൻ G വിജയൻകുട്ടിക്ക് മരണാനന്തരം ശൗര്യചക്ര. എയർ മാർഷൽമാരായ P മണികണ്ഠനും സാജു ബാലകൃഷ്ണനും പരമവിശിഷ്ട സേവാ മെഡൽ. ആരോഗ്യമേഖലയിലെ രാജ്യത്തെ പ്രമുഖ ഗ്രൂപ്പായ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസ് വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പ്രവർത്തന മേൽനോട്ട ചുമതലകൾ ഏറ്റെടുത്തു. കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ, CFO അർജുൻ വിജയകുമാർ, വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെയർമാൻ ഇബ്രാഹിം കുട്ടി, ട്രസ്റ്റിമാരായ സുബൈദ, സിനിമോൾ, സിനോജ്,
മുഹമ്മദ് ഷാ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 4 മാസത്തിനുള്ളിൽ കിംസ് ഗ്രൂപ്പ് നടത്തുന്ന മൂന്നാമത്തെ ഏറ്റെടുക്കലാണിത്. 350 ബെഡുകളുള്ള വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളോടെ സംസ്ഥാനത്തെ മികച്ച ആശുപത്രികളിൽ ഒന്നാക്കി ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് കിംസ്. സ്പെഷ്യാലിറ്റി, ട്രോമ, കാർഡിയാക് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം ലിവർ, കിഡ്നി, ട്രാൻസ്പ്ലാന്റ്, ഓങ്കോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളും ആരംഭിക്കും. സെക്കന്ദരാബാദ്, ഹൈദരാബാദ്, വിശാഖപട്ടണം, നാഗ്പൂർ, കൊണ്ടപ്പൂർ, ഓങ്കോർ, രാജമുന്ദ്രി, ശ്രീകാകുളം, നെല്ലൂർ, അനന്തപൂർ, കുർണൂർ എന്നിവിടങ്ങളിൽ കിംസ് ഗ്രൂപ്പിന് ശാഖകളുണ്ട്. രാജ്യത്തെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്കും കടന്നുവരുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് കണ്ണൂരിൽ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ദീർഘകാല കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞത്. കൊച്ചിയിലും കോഴിക്കോടും 800 ബെഡുകൾ വീതമുള്ള ഹെൽത്ത് സിറ്റികളും കണ്ണൂരിൽ ഓങ്കോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സെന്ററും സ്ഥാപിക്കാൻ കിംസ് ഗ്രൂപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഭാവിയിൽ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലും ഏറ്റെടുക്കലുകൾ നടത്തും. എല്ലാ യൂണിറ്റുകളും അസറ്റ് മോഡലായിരിക്കും. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റലുമായി കരാറിലെത്തിയ കിംസ് ജില്ലയിലെ 350 ബെഡ് ഹോസ്പിറ്റൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സാഹചര്യത്തിലാണ് ദക്ഷിണ കേരളത്തിലേക്കുള്ള അവരുടെ ചുവടുവയ്പെന്ന നിലയിൽ കരുനാഗപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം കരുനാഗപ്പള്ളിയിൽ സ്ഥാപിക്കപ്പെടുന്നത് പ്രദേശത്തിന്റെ ആകെ സമഗ്ര വികസനത്തിന് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. എടച്ചുവ UP സ്കൂൾ 1988 ബാച്ചിലെ 7ാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. മഷിത്തണ്ട് എന്ന പേരിൽ കോരമ്പേത്ത് ലിതേഷ് നഗറിലാണ് പരിപാടി നടന്നത്. പ്രത്യേക ക്ഷണിതാവായി നാടൻപാട്ട് ബാലകലാകാരൻ കാശിനാഥനും എത്തി. 37 വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനത്തിലാണ് കൂട്ടുകാർ വീണ്ടും കണ്ടുമുട്ടിയത്. പഴയ സൗഹൃദം വീണ്ടും തെളിച്ചം കൂട്ടിയ സംഗമം തന്നെയായി ഈ ഒത്തുചേരൽ മാറി. മുൻ ഹെഡ് ടീച്ചർ ശ്യാമല ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് എല്ലാ ടീച്ചേഴ്സും മഴിത്തണ്ടിലേക്ക് ചേർത്ത് വെച്ചത്. നസറിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളും പല കോണുകളിൽ നിന്നും ഒരുമിച്ചെത്തി. സ്പെഷ്യൽ ഗസ്റ്റായി നാടൻപാട്ട് ബാലകലാകാരൻ കാശിനാഥ് കൂടി ചേർന്നതോടെ രംഗം കളറായി. ടീച്ചർമാരായ ഗീത, സുജാറാണി, കോമളവല്ലി, സുരേഷ് മാസ്റ്റർ, ഹെഡ് ടീച്ചർ ശ്യാമല ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കുമെന്ന് MV ജയരാജൻ. 3 മണ്ഡലങ്ങളിലും പാളിച്ചകളുണ്ടായി. ഇനി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. മറ്റ് കാരണങ്ങളും പരിശോധിക്കുമെന്നും ജയരാജൻ. പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യണം. പ്രതിഷേധ ധർണയുമായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ. ധർണ CITUവിന്റെ നേതൃത്വത്തിൽ. അംശാദായ കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കണമെന്നും ആവശ്യം. റെയിൽവേ പെൻഷനേഴ്സും പ്രതിഷേധമറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി അസോസിയേഷൻ. കണ്ണൂരിൽ M-പാനൽ ആശുപത്രി അനുവദിക്കണമെന്ന് പ്രധാന ആവശ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്.
റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ധർണ നടത്തി. ഓൾ ഇന്ത്യ റെയിൽവേ പെൻഷനേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 2.5 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന കൂട്ടർക്ക് അവരുടെ ഡേ ടു ഡേ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് 1000 രൂപ, അന്ന് 300 രൂപ മറ്റുമാണെന്ന് തോന്നുന്നു, 300 രൂപയിൽ മറ്റും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ 1000 രൂപയാണ്. അതൊരു 3000 രൂപ ആക്കാൻ നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. റെക്കമെൻഡേഷനായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ് എന്ന ഒരു കോൺസെപ്റ്റ് എന്നൊരാശയം ഇത് 7ാം ശമ്പള പേ കമ്മീഷനാണ് നമ്മുടെ മുമ്പിൽ വന്നത്. കണ്ണൂരിൽ എംപാനൽ ആശുപത്രി അനുവദിക്കുക, റീഇംബേഴ്സ്മെന്റ് കാലതാമസം കൂടാതെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടന്നത്. ജില്ലാ പ്രസിഡന്റ് വിജയൻ വലിയപുരിയിൽ അധ്യക്ഷത വഹിച്ചു. വി രമേശൻ, PC രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഭിമാന നേട്ടവുമായി സിറ്റി സ്വദേശികളായ സഹോദരങ്ങൾ. തിരുവനന്തപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള സംസ്ഥാന കരാട്ടെ മത്സരത്തിൽ ഫൈറ്റിംഗ് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മുഹമ്മദ് നാസിഫ് സ്വർണ്ണ മെഡലും മുഹമ്മദ് ഇല്യാസ് വെങ്കല മെഡലും നേടി. ഇരുവരും നൌഫൽ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ്. കഴിഞ്ഞ 6 വർഷമായി കണ്ണൂർ സിറ്റിയിലുള്ള നൌഫൽ ഗുരുക്കളുടെ കീഴിൽ കരാട്ടെ പരിശീലിക്കുന്ന ഈ സഹോദരങ്ങൾ 2023 ഡിസംബറിൽ ജപ്പാൻ കരാട്ടെ കെന്യു റിയോ ഇന്റർനാഷണലിന്റെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് കരാട്ടെ മത്സരത്തിൽ മുഹമ്മദ് നാഫിസ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയിരുന്നു. സിറ്റി സ്വദേശികളായ നിസാമുദ്ദീന്റെയും സമീറയുടെയും മക്കളാണ് സഹോദരങ്ങൾ. കണ്ണൂർ സിറ്റി GCHS സ്കൂൾ വിദ്യാർത്ഥികളാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഉപ്പള കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിന്റെയും ജ്ഞാനശക്തി സുബ്രഹ്മണ്യ ടെമ്പിൾ പാവഞ്ചേയുടെയും ആഭിമുഖ്യത്തിൽ ശ്രീവിഷ്ണു സഹസ്രനാമ യജ്ഞം സംഘടിപ്പിച്ചു. കർണാടകത്തിലെ ഷിറൂർ മുതൽ കണ്ണൂർ വരെയുള്ള കടൽ തീരങ്ങളിൽ 60 കേന്ദ്രങ്ങളിലാണ് യജ്ഞം നടന്നത്. 100 കണക്കിന് ഭക്തജനങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും നാമജപത്തിൽ പങ്കുചേർന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കടപ്പുറങ്ങളിൽ നടന്ന പരിപാടിക്ക് ഉപ്പള കൊണ്ടേപൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമം നേതൃത്വം നൽകി. കണ്ണൂർ തയ്യൽ കടപ്പുറത്ത് നടന്ന പരിപാടിയിൽ വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ മാതൃസമിതി അംഗങ്ങൾ, നിരവധി ഭക്തജനങ്ങൾ എന്നിവർ പങ്കുചേർന്നു. താറ്റ്യോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മേൽശാന്തി ശ്രീ പ്രസാദ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ശ്രീ പ്രശാന്ത് മാസ്റ്റർ തോലമ്പ്ര അധ്യക്ഷത വഹിച്ചു. ശ്രീമതി കൃഷ്ണപ്രഭ, ശ്രീ ദിവ്യന്ത് രാജീവ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഡോക്ടർ ഗോപിനാഥ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. റെസ്ലിംഗിൽ 2ാം സ്ഥാനം നേടിയ അദ്വൈതിനെ വേദിയിൽ അനുമോദിച്ചു. പ്രസാദ വിതരണവും നടന്നു. സുമാ മഹേഷിന്റെ ഷെയ്ഡ് ഓഫ് വൺ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. സ്പേസ് ആർട്ട് ഗാലറിയിൽ 4 ദിവസമായി നടന്നുവന്ന ചിത്ര പ്രദർശനം കാണികളെ ഏറെ ആകർഷിച്ചു. അധ്യാപിക, എഴുത്തുകാരി, ചിത്രകാരി, സാംസ്കാരിക പ്രവർത്തക, മികവുറ്റ സംഘാടക എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവുകളെ മികവുറ്റതാക്കിയ വ്യക്തിയാണ് സുമാ മഹേഷ്. നിരവധി ദേശീയ, അന്തർദേശീയ ഗ്രൂപ്പ് ചിത്ര പ്രദർശനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള സുമാ മഹേഷിന്റെ ആദ്യ ഏകാംഗ ചിത്ര പ്രദർശനമാണ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടന്നത്. ഞാൻ സുമാ മഹേഷ്, കണ്ണൂർ ചാലയിലാണ്. 25 വർഷമായി ചിത്രകലാ രംഗത്ത് ഉണ്ട്. എങ്കിലും ഗ്രൂപ്പ് രചനകളാണ് കൂടുതലായി, ഗ്രൂപ്പ് ഷോസുകളാണ് നടത്തിയിരിക്കുന്നത്. ഏകാംഗ ചിത്ര പ്രദർശനം ഇതാദ്യമായാണ് സ്പേസ് ആർട്ട് ഗാലറി ഷെയ്ഡ്സ് ഓഫ് വൺ എന്ന പേരിൽ നടത്തപ്പെടുന്നത്. സ്ത്രീപക്ഷ രചനകളാണ് കൂടുതലായും ഇന്ന് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്രിലിക്കിലെ 15ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. ചിത്രരചനയേക്കാൾ ഉപരിയായി ചിത്രകലയിലെ നൂതന ആശയങ്ങളെ, സങ്കല്പങ്ങളെ പഠനവിധേയമാക്കുവാനും ആശയവിനിമയം നടത്തുവാനും ശ്രമിക്കുകയാണ് സുമാ മഹേഷ്. സ്ത്രീ സങ്കല്പങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഇഴചേർത്ത് ക്യാൻവാസ് പ്രതലത്തിൽ മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ വർത്തമാനകാലത്തിലും സ്ത്രീ നേരിടുന്ന ജീവിത സഹനങ്ങളെ വരച്ചിട്ടുകൊണ്ടാണ് ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തുന്നത്. സ്ത്രീയെ പ്രകൃതിയിലെ വേറിട്ട മുഖമായല്ല, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച സൃഷ്ടിയുടെ പ്രതിരൂപം എന്ന നിലയിൽ തന്നെയാണ് ചിത്രങ്ങളിലെ ആശയവിധാനം ചെയ്തിട്ടുള്ളത്. രാധാകൃഷ്ണ
തീവ്രമായി നിറം പകരുമ്പോൾ പ്രണയവും സ്നേഹവും എന്നത് പരസ്പര വിശ്വാസത്തിന്റെ ചേർത്തുനിർത്തലുകളുടെ പൂർണ്ണത തേടിയുള്ള അനന്തമായ യാത്ര കൂടിയാണ് എന്ന് തോന്നൽ ഉളവാക്കും വിധം മനോഹരമായ സന്ദേശം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. മഴവില്ലഴകിൽ സ്വപ്നങ്ങളുടെ ചിറകിലേറി അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരുന്ന സ്ത്രീ മനസ്സുകളുടെ സ്വതന്ത്ര ചിന്തകളെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടാൻ ഉള്ളതല്ലെന്ന ആശയം പങ്കുവയ്ക്കുന്ന പെൺ സ്വാതന്ത്ര്യം ചിത്രത്തിൽ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കുമെന്ന് എം വി ജയരാജൻ. 3 മണ്ഡലങ്ങളിലും പാളിച്ചകളുണ്ടായി. ഇനി ജനങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. മറ്റ് കാരണങ്ങളും പരിശോധിക്കുമെന്നും ജയരാജൻ. പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യണം. പ്രതിഷേധ ധർണയുമായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ. ധർണ CITU-വിന്റെ നേതൃത്വത്തിൽ. അംശാദായ കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കണമെന്നും ആവശ്യം. റെയിൽവേ പെൻഷനേഴ്സും പ്രതിഷേധം അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ധർണ നടത്തി അസോസിയേഷൻ. കണ്ണൂരിൽ എംപാനൽ ആശുപത്രി അനുവദിക്കണമെന്ന് പ്രധാന ആവശ്യം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.